ഋഷിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ വലിയ ട്രസ്റ്റ് ഒന്നുമില്ല. നീ അങ്ങോട്ട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അവൻ തിരിച്ച് കാണിക്കുന്നില്ല എന്നൊക്കെ രശ്മിൻ നോറയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. നോറയും രശ്മിനും കൂടെ ഒരു ബെഡിലിരുന്ന് സംസാരിക്കുകയാണ്. അവർ ജാൻമണിനെ പറ്റിയും ഋഷിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യം ജാൻമണിനെ പറ്റി എന്തോ നോറ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രശ്മിൻ അങ്ങോട്ട് കയറി പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ഈ ഋഷി ഉണ്ടല്ലോ, ഋഷിക്ക് നിന്റെ അടുത്ത് വലിയ ട്രസ്റ്റ് ഒന്നുമില്ല, നിന്നെ അവൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നീ അവന്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അവൻ തിരിച്ചു കാണിക്കുന്നില്ല. അവന് നിന്നെ ഇഷ്ടമാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നീ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അവൻ തിരിച്ചു കാണിക്കുന്നില്ല. എനിക്ക് തോന്നിയ കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ രശ്മിൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് നോർ പറയുന്നുണ്ട്, എനിക്ക് അൻസിയുടെ അടുത്താണ് ട്രസ്റ്റ്. അൻസി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഋഷി. അതുകൊണ്ടാണ് ഞാൻ ഋഷിയും തമ്മിൽ ഒരു കണക്ഷൻ വന്നത്. എനിക്കല്ലാണ്ട് അവനായിട്ട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അതും പിന്നെ റോക്കി പോയ സമയത്ത് ഋഷി എൻ്റെ അടുത്ത് വന്നായിരുന്നു. ആ ഒരു സമയത്ത് ഋഷി പറഞ്ഞു, റോക്കി പോയല്ലോ, അപ്പൊ ഇനി മുതൽ നീയാണ് എൻ്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഋഷി നോറയുടെ അടുത്ത് വന്നു എന്ന് നോറ പറഞ്ഞു. പക്ഷെ നോറ തിരിച്ച് അങ്ങോട്ട് എൻ്റെ ആങ്ങളെയാണ് എന്നുള്ള രീതിയിലൊന്നും ഋഷിയോട് സംസാരിച്ചിട്ട് പോലുമില്ല. ആ ഒരു കണക്ഷൻ നോറ നിലനിർത്തിയില്ല എന്ന് രശ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രശ്മി പറഞ്ഞു, അത് മതി, അതാണ് നല്ലത്, നീ കൂടുതൽ അടുക്കണ്ട എന്നുള്ള രീതിയിൽ രശ്മി അങ്ങോട്ട് തിരിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്.